രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ? എണ്ണി പറഞ്ഞ് ചിലർക്ക് മക്കളില്ലാത്ത ദുഃഖം, ചിലർക്ക് കാമുകൻ അല്ലെങ്കിൽ കാമുകി ഉപേക്ഷിച്ചിട്ട് പോയ ദുഃഖം, ചിലർക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയ ദുഃഖം, ചിലർക്ക് ഭർത്താവിന് അവിഹിത ബന്ധം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം, ചിലർ പറയുന്ന മക്കൾ നോക്കുന്നില്ല എന്നുള്ള ദുഃഖം, ചിലർക്ക് വീടില്ല വാടകയ്ക്കാണെന്നുള്ള ദുഃഖം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് മക്കൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, ഭർത്താവിന് മദ്യപാനമാണ്. ഇതൊക്കെയല്ലേ നിങ്ങൾ ഈ ദുഃഖം എന്ന് പറയുന്നത്? സത്യത്തിൽ ഇതൊന്നും ഒരു ദുഃഖമേ അല്ല എന്നറിയുക. ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോ. നാളെ തൊട്ട് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കുറയുകയാണെങ്കിലോ, പിന്നെ അത് കഴിഞ്ഞ് പരിപൂർണമായും നിങ്ങളുടെ കാഴ്ചശക്തി നശിക്കുന്നു. അതാണ് ദുഃഖം. അതിൻ്റെ മുമ്പിൽ ഇതൊന്നുമില്ല. ഭഗവാൻ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തന്നില്ലല്ലോ. നിങ്ങളുടെ 2 കാലുകളില്ലേ, അത് മുറിച്ചു മാറ്റുന്ന ഒരു അസുഖം വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ. അങ്ങനെ നോക്കുമ്പോൾ ഈ ദുഃഖങ്ങളൊന്നും ഒരു ദുഃഖമേ നിങ്ങൾക്കല്ലല്ലോ. നിങ്ങൾക്ക് 2 കൈ തന്നില്ലേ, ആ കൈ തന്നില്ലേ. 2 കൈയുമില്ലാതെ മറ്റുള്ളവർ ചോറ് കൊണ്ടുപോയി സ്പൂണിൽ ചോറ് വാരി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നിങ്ങൾ ഭാഗ്യം ചെയ്തതല്ലേ. കടത്തിണ്ണയിൽ കിടന്ന് ഉറങ്ങുന്നവരെ നിങ്ങൾ നോക്ക് അല്ലേ. കൊടും മഴയത്ത് പോലും കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും അടച്ചിട്ട മുറിയിൽ കിടക്കുന്നില്ലേ. ഭാഗ്യം. നിങ്ങൾക്ക് 2 ചെവിയും കേട്ടുകൂടെ? നിങ്ങൾ ക്യാൻസർ സെന്ററിലൊന്ന് ചെല്ലുമ്പോൾ മനസ്സിലാകും നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന്. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗം തന്നില്ലല്ലോ. അഥവാ തന്നാലും സുഖപ്പെടുത്തി തന്നില്ലേ നിങ്ങൾക്ക്? നോക്കൂ, ക്യാൻസർ സെന്ററിൽ കിടക്കുന്ന ഒരു രോഗിയോട് നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ ഈ പറയുന്ന ദുഃഖങ്ങളൊന്നും ഒരു ദുഃഖമല്ല. എനിക്ക് മക്കളില്ലേലും കുഴപ്പമില്ല, ഭർത്താവ് വെള്ളമൊഴിച്ചാലും കുഴപ്പമില്ല, അവിഹിത ബന്ധം വന്നാലും കുഴപ്പമില്ല, ജീവൻ വേണം, ഈ ഭൂമി ഒന്ന് കാണണം. ഓർമ്മിക്കുക, എല്ലാം തികഞ്ഞ ആരുമില്ല. സാക്ഷാൽ ശ്രീരാമൻ പോലും വന്നിട്ട് കാട്ടിലാ കഴിഞ്ഞത്. സീത ഗർഭിണിയായി കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. എല്ലാം തികഞ്ഞു വരില്ല. അതെ, നിങ്ങൾ പറയുക ഞാൻ ഭാഗ്യവാനാണ്, കാരണം എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവി ശക്തിയുണ്ട്, കാലുകൊണ്ട് നടക്കാൻ പറ്റും, വൃക്കകൾക്ക് കുഴപ്പമില്ല. ഇനിയും നിങ്ങൾ ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയാം, വൃക്കയ്ക്ക് തകരാറ് വരാം, കാലുകൾ മുറിച്ചു മാറ്റുന്ന അസുഖം വരാം. അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് നിങ്ങൾ എരന്നു വാങ്ങരുത് ദുഃഖം. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അപ്പൊ ഇന്ന് തൊട്ട് സന്തോഷിക്കുക, ഭഗവാന് നന്ദി പറയുക. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.